ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ വാൽപ്പാറയിലൊക്കെ കേട്ടോ. ഇത് കണ്ടോ, മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ? ആ കാടിൻ്റെ അവിടുന്ന് ആക്കുന്നവര് വളർത്തുന്ന ഈ ധാരാളം പശുക്കളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 100 പശുക്കളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത് കിട്ടിയ കേട്ടോ. ഇതിനെക്കാട്ടിലും വലിയൊരു കൊമ്പനുണ്ട്. ഇതിന് തൊട്ട് മുമ്പായിട്ട് ഒരു വണ്ടി കുത്തി മലത്തിയിട്ട് നിൽക്കും. വാൽപ്പാറയ്ക്ക് പോകാൻ 2 വഴിയുണ്ട്. ഇവിടെ വന്നിട്ട് ഈ ആനക്കൂട്ടത്തിനെയാണ്. ഇതിന് ഇഷ്ടം പോലെ ആനകളുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. ഇവിടുന്നാണ് കേട്ടോ ഈ ഇത് കയറി ഓഫ് റോഡ് കയറി 2 കിലോമീറ്റർ ഇത് കയറിയതിൻ്റെ മേളിലാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. ദൂരെ കാണുന്നത് കാടാ. അപ്പം ആ കാട്ടിൽ നിന്ന് നേരെ രാത്രി ആകുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് മൃഗങ്ങൾ കയറി വരാറുണ്ട്. തല കീഴായി കിടന്നു കഴിക്കുന്നത് എത്ര എണ്ണമായിരിക്കുന്നതെന്ന് ചോദിക്കും. ഈ ഒരു ഏരിയയിൽ എപ്പോഴും കാണാം. അതായത് വാൽപ്പാറയിൽ നിന്ന് ഇതുപോലെ അവർക്ക് ഇത് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വഴി ക്രോസ് ചെയ്യാതെ അല്ലാതെ അതിൻ്റെ ദേഹത്തോടെ വെയിലടിക്കുമ്പോഴത്തേക്ക് തിളങ്ങുന്നുണ്ടോ? എന്തായാലും ഈ പ്രാവശ്യത്തെ വരവ് നമുക്ക് ആനയും കാട്ടുപോത്തിനെയും മ്ലാവിനെയും സ്പോട്ടഡ് ബിയറിനെ എല്ലാത്തിനെയും കാണാൻ പറ്റി. സാധനം നോക്കി. ഇപ്പം കാലടി പ്ലാന്റേഷൻ്റെ അകത്താണ്. ഇപ്പം കാലടി പ്ലാന്റേഷനിൽ നേരെ അതിരപ്പള്ളി, അവിടുന്ന് നേരെ നമ്മൾ വാൽപ്പാറ പോയി അവിടെ കുരങ്ങുമുടി പോയി അവിടെ ഒരു ജംഗിൾ സ്റ്റേ. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പം ഇപ്പം ഇതിനകത്ത് മൃഗങ്ങളെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കാടുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗ്യം പോലെ ഇരിക്കുമല്ലോ. അപ്പം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമുക്ക് ഈ റൂട്ടിൽ ആദ്യം കിട്ടിയതാണ് അതിൻ്റെ ഈ ഒരു കാട്ടുകോഴി. ഇവിടെ ധാരാളം കാട്ടുകോഴികൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടെല്ലാം നിൽപ്പുണ്ട്. നമുക്ക് കുറച്ചും കൂടെ അടുത്ത് കിട്ടിയത് ഇതിനെയാണ്. നല്ല രസമുണ്ട് ഇതിനെ കാണാനല്ലേ. ഇതൊരു മെയിലാണ് കേട്ടോ. അടുത്ത കണ്ടാണ് ഇവിടെ താമസിക്കുന്നവർ വളർത്തുന്ന ഈ ധാരാളം പശുക്കളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 100 പശുക്കളുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. ഇതുങ്ങളെല്ലാം ഇങ്ങനെ അയച്ചു വിട്ടിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. ഇതിങ്ങനെ എല്ലാം കൂടെ കൂട്ടം കൂടിയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വരാൻ നേരത്തെ ഇങ്ങനെ പീലി വിടർത്തി ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വണ്ടിയുടെ ഒച്ച കേട്ടുണ്ട് പെട്ടെന്ന് അതങ്ങ് നമുക്ക് അടുത്ത് കിട്ടിയ കേട്ടോ. ഈ മ്ലാവിനെ അടുത്ത് കിട്ടി. നമ്മളെ കാടിനകത്താണ് നിൽക്കുന്നത്. നല്ല പീലി വിടർത്തി നിൽക്കുന്നുണ്ടോ. ഇന്നലെ വൈകിട്ട് വന്നത്. അതിൻ്റെ കൂടെ ഒരു കൊമ്പനുണ്ട്. അത് ആ കാട്ടിലോട്ട് കയറി പോയിട്ടുണ്ട് കേട്ടോ. ഇതിനെക്കാട്ടിലും വലിയൊരു കൊമ്പനുണ്ട്. അത് അപ്പുറത്തെ കാട്ടിലോട്ട് അങ്ങോട്ട് കയറിയെന്നാണ് പറഞ്ഞു. കാട്ടിലോട്ട് കയറി പോകാൻ തോന്നുന്നു കേട്ടോ. അതുകൊണ്ടോ ഈ പന ഫുള്ള് കുത്തി മറിച്ചിട്ടേക്കുക. എന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ വരുമ്പോൾ. കാട്ടിലോട്ട് കയറുക. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ കാടിനപ്പുറത്തെ വശത്ത് വല്ലതും മറ്റേ കൊമ്പനുണ്ടായിരിക്കും. നമുക്ക് അടുത്ത് കിട്ടിയത് ഒരു ആനയാണ് കേട്ടോ. ഇവനൊരു ഒറ്റക്കൊമ്പനാണ്. ഇവന് നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു വണ്ടി കുത്തി മലത്തിയിട്ട് നിൽക്കുന്ന നിപ്പാണ്. അപ്പം പെട്ടെന്ന് നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, നമ്മളവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞു, ഇപ്പം ഇത് സംഭവിച്ചുള്ളൂ, അതുകൊണ്ട് ഇവിടുന്ന് പൊക്കോണമെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന്. അപ്പം ഫോറസ്റ്റുകാരൊക്കെ ജസ്റ്റ് ഒന്ന് പോയതേ ഉള്ളൂ. ഇവൻ ഇവിടെ സ്ഥിരം കാണുന്ന കേട്ടോ. ഇവൻ്റെ പേര് ഇവിടെ ആൾക്കാർ വിളിക്കുന്നത് മുറിവാലൻ എന്നാണ്. ഇച്ചിരി ഡേഞ്ചർ ആള്. മഞ്ഞക്കിളിയോ അതോ മഞ്ഞത്തത്തെ. നമ്മളിപ്പോൾ വാഴച്ചാൽ കയറി അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഇപ്പം മലക്കപ്പാറയിലുള്ള ആ റൂട്ട് കയറി കേട്ടോ കാട്ടിലോട്ട്. ഇപ്പോൾ ഇനി ഇവിടുന്ന് നേരെ മലക്കപ്പാറ. അപ്പം എന്തെങ്കിലും ആനുവൽ സൈറ്റിങ്സ് ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാട്ടിനകത്തേക്കുള്ള ഈ ഒരു യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് വാൽപ്പാറയ്ക്ക് പോകാൻ 2 വഴിയുണ്ട്. ഇവിടെ വന്നിട്ട് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് തമിഴ്നാട് ചെക്ക് പോസ്റ്റാണ്. ഇവിടുന്ന് നമുക്ക്
ഈ വലത് കയറി ഈ വഴി നമുക്ക് പോകാം. ഇതിൽ 25 കിലോമീറ്ററാണ് വാൽപ്പാറ. ഇതിലേ പോകാം. കുറച്ചും കൂടെ മൃഗങ്ങളെ കാണാനായിട്ട് ചാൻസ് കൂടുതൽ ഈ വഴിയാണ്. അപ്പം നമുക്ക് ഇതിലേ പോയി നോക്കാം. കാരണം ഞാൻ ഇതിന് മുന്നേ വന്ന സമയത്തും അപ്പുറം വഴി ഇക്കടെ പോയതിനേക്കാട്ടിലും കൂടുതൽ മൃഗങ്ങളെ കണ്ടിരിക്കുന്നത് ഞാൻ ഈ ഭാഗത്തു നിന്ന്. അപ്പം നമുക്ക് ഈ വഴി മുന്നോട്ട് പോയി നോക്കാം. ഈ ഒരു വഴി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് റോഡ് മൊത്തം അലമ്പായിരുന്നു, പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്ക് റോഡെല്ലാം അടിപൊളിയായിട്ട് ടാർ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. മരം കുത്തിയൊക്കെ ഉണ്ടോ? ഈ തേയിലത്തോട്ടത്തിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് തേയില ഇടയിൽ. മരത്തിൽ കയറിയേട്ടാ. ഇടയ്ക്ക് ഇങ്ങനെ ചിറക് വിടർത്തുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലേ. നമുക്ക് അടുത്ത കിട്ടിയതും ഒരു കൂട്ടം ആനകളാണ് കേട്ടോ. ഈ ആനക്കൂട്ടത്തിനെയാണ് ഇഷ്ടം പോലെ ആനകളുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. ഒരു 10-20 എണ്ണത്തോളം ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം പിന്നെ ഫോറസ്റ്റുകാർ ഇവിടെ വന്നിരുന്നു. അവരെപ്പോൾ പറഞ്ഞത്, തമിഴ്നാട്ടിൻ്റെ ഫോറസ്റ്റുകാർ വന്നപ്പോൾ പറഞ്ഞത് അതിനപ്പുറത്തെ സൈഡിലും ആനകളുണ്ട്, നിങ്ങളധികം നേരം ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊക്കോ. കാരണം ആളുകളും വണ്ടികളും കണ്ടമാനം അവിടെ നിർത്തുന്നുണ്ട്. അത് കാരണം എല്ലാവരെയും അവർ പറഞ്ഞു വിട്ടു. അപ്പോൾ നമുക്ക് കുറച്ച് വിഷ്വൽസൊക്കെ കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു റൂട്ടിൽ ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ആനിമൽ സൈറ്റിങ്സ് കിട്ടിയ റൂട്ടാണ് ഈ റൂട്ട്. ഞാൻ നേരത്തെ വന്നപ്പോഴും എനിക്ക് കൂടുതലും കിട്ടിയിരിക്കുന്നതും ഈ ഒരു റൂട്ടിൽ നിന്നാണ്. അപ്പം അലക്കപ്പാറ വാൽപ്പാറ പോകുന്നവർ നമ്മൾ ഈ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് ഈ വലത്തോട്ടുള്ള വഴി കയറി വരുവാണെങ്കിൽ ആനിമൽസിനെ ഇഷ്ടം പോലെ കാണാനായിട്ട് പറ്റും. നമുക്ക് ആനയും കാട്ടുപോത്തിനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് പുറകെ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ ആനകൾ ഈ തേയിലത്തോട്ടത്തിൽ നിന്നിട്ട്. അതിൻ്റെ ഇടയ്ക്ക് പുല്ലുകളുണ്ട്, ആ പുല്ലുകൾ പറിച്ച് തിന്നുന്നതാണ്. കാരണം തേയില ഇതുങ്ങൾ തിന്നത്തില്ലല്ലോ. നല്ല രസമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയ 3-4 കുട്ടികളുണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. കൂട്ടത്തിൽ 1-2 കൊമ്പനും ഉണ്ട്. ഈ ആനക്കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ കൊമ്പന്മാരെ സാധാരണയായിട്ട് കാണുന്നത് ഈ മീറ്റിങ്ങിൻ്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. അല്ലാത്തപ്പം മൊത്തം പിടിയാനകളാണ് കൂട്ടത്തിൽ. അപ്പം ഈ കൂട്ടത്തിലൊരു മുതിർന്ന നേതാവെന്ന നിലയിൽ ഒരു പിടിയാനയായിരിക്കും ഇതുങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ആനയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ നേതാവ്. ഇതുങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമുണ്ട്. കാരണം ആ ഒരു മലഞ്ചെരുവിലാണ് നിൽക്കുന്നത്. സത്യത്തിൽ അതൊരു ചെറിയൊരു കുന്നാണ്. ആ കുന്നിൻ്റെ ചെരുവിൽ നിന്നിട്ടാണ് ഇതുങ്ങൾ ഈ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ വാൽപ്പാറയിലൊക്കെ കേട്ടോ. ഇത് കണ്ടോ, മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ? ആ കാടിൻ്റെ അവിടുന്ന് ആ മഞ്ഞിങ്ങനെ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ? ഇപ്പോൾ പറ്റിയ ക്ലൈമറ്റാണ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. ഏകദേശം വലിയൊരു കാട്ടുപോത്തിന്റെ കൂട്ടമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 10-15 എണ്ണത്തോളം ഉണ്ട്. പിന്നെ അതിന്റെ മണ്ട ഒക്കെ ആയിട്ടുണ്ട്. ഇതുകൊണ്ട് അങ്ങ് ആ തോട്ടത്തിന്റെ നടുക്ക് കാട്ടുപോത്ത് ഈ മഴയത്ത് ഇങ്ങനെ പുല്ല് നിന്ന് മേഞ്ഞിരിക്കുന്നുണ്ടോ മഴയൊക്കെ കൊണ്ട്. പരുന്ത് മഴയത്ത് നനഞ്ഞ് ഇരിക്കുന്നുണ്ടോ? നമ്മളിപ്പം കൊരങ്ങുമുടി വന്നു. ഇനിയിപ്പം നമ്മുടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന വണ്ടിയിൽ നമ്മൾ 2 കിലോമീറ്ററോളം ഓഫ് റോഡ് പോയിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ടെത്തുന്നത്. നമുക്കിനി ഇവിടുന്നാണ് കേട്ടോ ഇത് കയറി ഓഫ് റോഡ് കയറി 2 കിലോമീറ്റർ ഇത് കയറിയതിൻ്റെ മേളിലാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് അവർ ഈ വണ്ടിയിലാണ് ഇനി പോകാം. നമ്മുടെ വണ്ടി അങ്ങോട്ട് പോകത്തില്ല. നമ്മൾ ഇത് മണ്ടലോട്ട് പോവാണ്. നമ്മൾ വരുന്നതിന് കുറച്ച് മുമ്പാണ് അവിടെ ആന ഉണ്ടായിരുന്നു, അത് പാസ് ചെയ്ത് പോയതെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം വണ്ടി ഇട്ടിരുന്ന സ്ഥലത്തായിട്ട്. അപ്പോൾ നല്ല മഴയുണ്ട്, അതുകൊണ്ട് ഇനി
വൈകിട്ട് അന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ട്രക്കിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ സ്റ്റേയുടെ സെറ്റപ്പ് ഏകദേശം ഈ ഒരു സെറ്റപ്പ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് റൂം വന്നിരുന്നത് ഇതിന് പുറകുവശത്തായിട്ടാണ്. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിൽ അതുകൊണ്ട് ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഇവിടെ തേയിലത്തോട്ടമാണ് വേണ്ടി ഇതിങ്ങനെ ചുറ്റിനും തേയിലത്തോട്ടമാണ്. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് മ്ലാവും കാട്ടിയൊക്കെ രാത്രി ഇതിൻ്റെ അകത്ത് വരാറുണ്ട്. അപ്പോൾ അതിനെ കാണാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ആന അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി അതിനെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ആ ദൂരെ കാണുന്നത് കാടാണ്. അപ്പോൾ ആ കാട്ടിൽ നിന്ന് നേരെ രാത്രി ആകുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് മൃഗങ്ങൾ കയറി വരാറുണ്ട്. അപ്പം നമ്മുടെ റൂം ഇതാണ്. ഈ കയറി വരുമ്പോഴത്തേക്ക് വലിയ സെറ്റപ്പ് അല്ല, എന്നാലും അത്യാവശ്യം കൊള്ളാം. 2 ബെഡ് ഇവിടെ ഉണ്ട്. ഇത് ഇവിടെ ഒരു റൂമുണ്ട്. ഇതും അത്യാവശ്യം നീറ്റായിട്ട് ടി വി ഒക്കെ ഉള്ളൊരു റൂം. പിന്നെ ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം നീറ്റായി ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് അത്യാവശ്യം സെറ്റപ്പാണ്. നമ്മുടെ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ഹെഡ് 2000 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പം ആ ഒരു റേറ്റിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു കാർഡ് സെറ്റപ്പ് ആയതുകൊണ്ട് വലിയ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ഷീറ്റാണ്. രാത്രി നല്ല തണുപ്പുള്ളപ്പം ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും. പിന്നെ രാത്രി ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ കണ്ട് ഇങ്ങനെ ഈ ഒരു ആംബിയൻസിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇഷ്ടം പോലെ നമ്മൾ കയറി വരുന്ന വഴിയിലൊക്കെ ഇഷ്ടം പോലെ മയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് താണ്ട താഴെ ഒരു ചെറിയ കുളമുണ്ട്. താണ്ട അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. താണ്ട ആ ഭാഗത്തായിട്ട് കണ്ടോ. ഇപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈറ്റ് ആകുമ്പോഴത്തേക്കും മൃഗങ്ങൾ കയറി വരും. അപ്പം മൃഗങ്ങളെ കാണാമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നൈറ്റിലത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഡിന്നർ വന്നിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി, ചിക്കൻ കറി, പരിപ്പ് കറി, ചോറ്. എന്നാ ചെറുതാ അടിക്കാം. ചെറിയ മാന് മാൻ തല കീഴായി കിടന്നു കഴിക്കുന്നത്. ഈ മലയണ്ണാൻ ഇരുന്ന് ഈ പ്ലാവിലിരുന്ന് ചക്ക തിന്നുന്നുണ്ടോ? ഈ ചക്കയിലെ ഈ പ്ലാവിൽ ഇന്നലെ വൈകിട്ട് ആന വന്ന് ചക്ക നിന്നിട്ട് പോയായിരുന്നു. നമുക്ക് അറിഞ്ഞില്ല, നമ്മളോട് കാണാനും പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേന്ന് ഇറങ്ങിയോണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറങ്ങിപ്പോയി. വെളുപ്പിന് ഒരു 3 മണി ആ ടൈമിലാണ് ആന വന്നത്. കാരണം നമുക്ക് അതിൻ്റെ വിഷ്വൽസ് എടുക്കാനും പറ്റിയില്ല. രാവിലെ ഇവിടെ എല്ലാം കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാ ചെയ്യാനാ, നമുക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. അവർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു ആന വരാൻ ചാൻസ് ഉണ്ട്, ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ആന വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളൊരു 2 മണി വരെയൊക്കെ നമ്മൾ ഇരുന്നത്. ഇനി നല്ല ഉറക്കം നല്ല ക്ഷീണമുള്ള കാരണം ഉറങ്ങിപ്പോയ കാരണം അത് കിട്ടിയില്ല. അതൊരു വല്ലാത്തൊരു നഷ്ടമായിപ്പോയി. കരിങ്കരം ഇരിക്കുന്ന കുറേ ഇരിപ്പുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ ഇരിപ്പുണ്ട്. അത് നമ്മളെ കണ്ടോട്ട് തിരിഞ്ഞിരുതാണോ? എത്ര എണ്ണമായിരിക്കുന്നതെന്ന് ചോദിക്കും. അട്ടി അടിക്കുമല്ലോ എന്നെ മേളിലോട്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തെ കരിമരം. സിംഹവാലം കുരം ഇരിക്കുന്നുണ്ടോ? ഈ ഒരു ഏരിയയിൽ എപ്പോഴും കാണും. അതായത് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി പോകുന്ന റൂട്ടിൽ ഇതെപ്പോഴും ഇവിടെ ഉണ്ട്.
ഇത് രണ്ട് സൈഡിലും റോഡിൽ ധാരാളം ഉണ്ട് കേട്ടോ. ഇത് വംശനാശ ഭീഷണി വരുന്ന ലിസ്റ്റിലുള്ള സിംഹവാലൻ കുരങ്ങ് കേട്ടോ. ഇതിപ്പം അധികം ഇതിനെ കാണാനില്ല. ഈ ഒരു ഭാഗത്തും ഒക്കെ ആയിട്ടോ ഇതിനെ കാണാനായിട്ട് ഇനിയുള്ളൂ. ഉണ്ട് സാധനം പിറകെ തിന്നുന്നുണ്ട്. പോയ ബസ്സുകാര് ആ കിടക്കുന്ന ബസ്സുകാര് ഫുഡ് ഇട്ട് കൊടുത്ത ഈ ഇവിടെ കുരങ്ങ് മൊത്തം ഈ റോഡിലായി ഇപ്പൊ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇതാണ്ട് കാഴ്ച അവരുടെ നമ്പർ എഴുതി എടുക്കുന്നുണ്ട്. അതായത് ഇവിടെ മൊത്തം ബ്ലോക്ക് ചെയ്തുണ്ടോ. ഓരോ വണ്ടിയുടെ പുറകിലും ഇതിനിപ്പോ ഇങ്ങനെ നടക്കും. ഇവരോടൊന്നും എത്ര പറഞ്ഞാലും ഇവര് കേൾക്കത്തില്ല. അതുകൊണ്ട് മിക്കവാറും ആ പുള്ളിക്ക് നല്ലൊരു ഫൈനുള്ള വകുപ്പുണ്ടെന്ന് തോന്നുന്നു. അവരുടെ വണ്ടിയുടെ ഫോട്ടോയും നമ്പരും എല്ലാം അവരെഴുതി എടുത്തിട്ടുണ്ട്. ഷൗട്ട് ചെയ്യുമോ കണ്ടോ. ഇതുണ്ടോ, ഇത് റോഡില്ല. ഇതുപോലെ അവർക്ക് ഇത് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വഴി ക്രോസ് ചെയ്യാതെ അല്ലാതെ പോകാനായിട്ട്. കാട്ടോട്ട് നിൽക്കുന്നുണ്ടോ. വലിയ ഒരെണ്ണം ഉണ്ട് കേട്ടോ കൂട്ടത്. ഇനിയിപ്പോ കുറെ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഏകദേശം ഈ ഭാഗത്തായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇനി താഴെ വന്നപ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് കയറി. ഇനി അപ്പുറത്ത് വഴി കൂടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുമോന്ന് നമുക്ക് നോക്കാം. ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു മയിലുണ്ടായിരുന്നു ഇത് ചാടി അങ്ങോട്ട്. എടി ഇത് ഏത് എസ്റ്റേറ്റ് ആണെന്ന് മനസ്സിലായോ? നമ്മൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അകത്തോട്ടൊരു വഴി ചെറുതായിട്ട് കണ്ടില്ലേ, ആ എസ്റ്റേറ്റിന്റെ ഭാഗം അത്. ഫ്രണ്ടിൽ നടക്കുന്നു. ഇവിടെയും അപ്പുറത്തും വന്നു തുടങ്ങി കേട്ടോ. അപ്പുറത്തെ സൈഡിലും ഉണ്ട് ബാലൻസ്. ഈ മലയുടെ ആ ഒരു സൈഡ് കഴിഞ്ഞിട്ട് തൊട്ടാ മേളിൽ കാണുന്ന മലയിലും ഉണ്ട് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് വരുന്നുണ്ട്. ഇതെല്ലാം ഒരൊറ്റ ഇതാന്ന് തോന്നുന്നു. എല്ലാം ഒറ്റ കൂട്ട വന്നു. രണ്ടെണ്ണുണ്ടായിരുന്നു. ഒരെണ്ണം ഇതിനകത്തോട്ട് കയറിപ്പോയി. ഒരെണ്ണം താഴേന്ന് കയറി വരുന്നുണ്ട്. അതുണ്ടോ, താഴേന്ന് കയറി വരുന്നുണ്ട്.
ഇതിനെ നമുക്ക് രാവിലെ റൂമിന്റെ അവിടുന്ന് കിട്ടി, പക്ഷെ പെട്ടെന്ന് ഓടിപ്പോയി. വരുന്ന വഴിയിലും കിട്ടി. ക്യാമറ ഓൺ ആക്കുന്നതിന് മുമ്പ് ഈ സാധനം ഓടിപ്പോവും. ഇതിനെ കറക്റ്റായിട്ട് നമുക്കൊന്ന് കിട്ടി. ഇത്രയും ഒരു സ്ഥലം തീരെ ചെറുതല്ലേ. എന്റെ ദേഹത്തോട്ട് വെയിലടിച്ചിട്ട് ഉണ്ടല്ലോ, എന്റെ മെഴുക് പോലെ നിന്ന് തിളങ്ങുവാണ്. തേയിലത്തോട്ടങ്ങൾക്ക് നടുക്ക് കാട്ടൂത്ത് ചെയ്യുന്നുണ്ടോ? എന്റെ ദേഹത്തോടെ വെയിലടിക്കുമ്പോഴത്തേക്ക് അത് തിളങ്ങുന്നുണ്ടോ? എന്നാ രസമല്ലേ. 3 എണ്ണം ഉണ്ടേ. ആണ്ടെ അവിടെ ഒരെണ്ണം ഉണ്ട്. പിന്നെ ഇതിന്റെ ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്ക് ഒരെണ്ണം ഉണ്ട്. പക്ഷെ അതിനെ കാണാൻ പറ്റും. അതിന്റെ കൊമ്പ് ജസ്റ്റ് കാണാം. ചെയ്തുണ്ടോ? തലപൊക്കിയപ്പോ കൊമ്പ് കാണാം. ഇത് വലിയൊരു ഇതാട്ടോ, ഒരു അജാനഭാവ സാധനമില്ലേ. കണ്ടോ? മാടത്തെ അതിന്റെ മണ്ടയ്ക്ക് പോയിരിക്കുന്നുണ്ടോ? അത് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക്, പുല്ല് തിന്നുമ്പോഴത്തേക്ക് അതിന്റെ ഇടയിൽ നിന്ന് പ്രാണികൾ പറക്കുമ്പോഴത്തേക്ക് അതിനെ പിടിച്ച് തിന്നാൻ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ. ഇവിടെ അടുത്തൊരെണ്ണം കിടപ്പുണ്ട്. അതവിടെ കിടക്കുന്ന കാരണം കറക്റ്റായിട്ട് കിട്ടത്തില്ല. കണ്ടോ? നമുക്ക് അപ്പുറത്തോട്ടെങ്ങാനും നീങ്ങി നിന്ന് കഴിഞ്ഞാൽ അതിന് കിട്ടുമോ നോക്കട്ടെ. ഇവൻ കിടക്കുന്ന കാരണം നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഈ കിടക്കുന്നിടത്തോ? അത് കൂടാതെ ഒരു കൊമ്പോയും കൂടെ 2 ഉണ്ട് അവിടെ അല്ലേ. പക്ഷെ അവനൊന്ന് ഇനി നല്ല സൈസ് സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. അവനൊന്ന് എനിക്കുമായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിന്റെ വലിപ്പം കാണാമായിരുന്നു. അതിന് വെയിലൊക്കെ കൊണ്ട് തീറ്റയൊക്കെ തിന്ന് മതിച്ച് ആദ്യം വിചാരിച്ച പാറയാണ്. വാലാണെങ്കിപ്പോഴേ സാധനമാണെന്ന് മനസ്സിലായി. റെസ്റ്റ് ചെയ്യുക കഴിച്ചു കഴിഞ്ഞിട്ട്. ഇവനും നേരത്തെ കിടക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോ എണീറ്റ് കേറിയോ? ഒന്നുമല്ല. അത് നല്ല സൈസാ. ഇവൻ ഇങ്ങ് താഴെ കിടപ്പുണ്ടെങ്കിൽ പക്ഷെ ഇവന് അങ്ങോട്ട് എണീക്കുന്നില്ല. അവിടെ വേറെ 2 ഉണ്ട്. 2 അല്ല, അതിന്റെ മേളിൽ തൊട്ട് മേളിൽ ഒരെണ്ണമുണ്ട്. കണ്ടോ? ഒരു കൊമ്പ് കണ്ടോ? ഇവനിങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുമോ കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിലോട്ട് ഇറങ്ങി വരുമെന്ന് തോന്നുന്നു. അതിന്റെ ഇടയ്ക്കെല്ലാം കിടപ്പുണ്ട്. ചിലതൊക്കെ കൊമ്പോ കാണത്തുള്ളൂ. കാരണം ഇതിന്റെ തേയിലത്തോട്ടത്തിന് നടുക്ക് കിടക്കുന്നോണ്ടേ നമുക്ക് കറക്റ്റായിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൊമ്പ് കാണാം. അങ്ങനെ ഇവിടെ കൂട്ടമായിട്ട് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രാവശ്യത്തെ വരവ് നമുക്ക് ആനയും കാട്ടുപോത്തിനെയും മ്ലാവിനെയും സ്പോട്ടഡ് ബിയറിനെയും എല്ലാത്തിനെയും കാണാൻ പറ്റി. അങ്ങ് ദൂരെ ഒരെണ്ണം നിപ്പുണ്ട് കേട്ടോ. ഇത് അങ്ങോട്ട് ഇഷ്ടം പോലെ കണ്ടമാനമുണ്ട്. കാരണം ഇത് കണ്ടോ? അതെ, അങ്ങ് ദൂരെ ഒരെണ്ണം നിപ്പുണ്ട്. അതിൻ്റെ തേണ്ട ഇവിടെയായിട്ട് നിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ അതെ ഇത് കണ്ടോണേ, ഇവിടെ ഒരു കൂട്ടം നിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തായിട്ട് വേറൊരു കൂട്ടം നിപ്പുണ്ട്. അങ്ങോട്ട് ഓപ്പില് മലയുടെ മേളിൽ ഒരെണ്ണം നിപ്പുണ്ട്. കണ്ടോ? ഒരു ജാന പോത്തേക്കുന്നുണ്ട്. നൈസായിട്ട് ഇങ്ങോട്ട് വരുവാണ്. സാധനം നോക്കി, മസിലൊക്കെ കുറവാ. ഇതൊരു ഇടത്തരം സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കാട്ടി
നല്ല സൈസ് ഒരിടത്തരം കാട്ടിയ ഒറ്റയാ. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇത്രയും വെള്ളച്ചാട്ടം ഇല്ലായിരുന്നു കേട്ടോ ചാർപ്പയിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ ബൈ.